സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസ, മഴ മുന്നറിയിപ്പിൽ മാറ്റമാണ്. കനത്ത മഴയുണ്ടാകും എന്നുള്ളതാണോ ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ്? കിഴക്കൻ അറബിക്കടലിൽ നിന്നും കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സ്വാധീന ഫലമായിട്ടാണ് പെട്ടെന്ന് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഉണ്ടാകുന്നത്. മഴ കനത്ത് പെയ്യുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. കൂടാതെ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയായിരിക്കും പെയ്യുക. കൂടാതെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസത്തിന്റെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്ത്യയിലാകെ തന്നെ ഈ ഒരു കാലവർഷം ദുർബലമായിരുന്നു. എങ്കിൽ പോലും ഈ പ്രതിഭാസങ്ങൾ, ഈ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദ പാത്തി പോലെയുള്ള പ്രതിഭാസങ്ങളോടനുബന്ധിച്ച് മഴ ഇടവിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും നാളെയും മറ്റന്നാളും മഴ മുന്നറിയിപ്പില്ല എന്നതും വസ്തുതയാണ്. കൂടാതെ ഇന്നത്തെ ഒരു ദിനാന്തരീക്ഷം എന്ന് വെച്ചാൽ 2 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അത് തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്ന ഒരു സാഹചര്യമാണ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ്. ഇത്തരത്തിൽ മഴ ഇടവിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മൊത്തത്തിൽ കാലവർഷത്തെ ബാധിക്കുന്നില്ല. വേണ്ട അളവിൽ മഴ ലഭിക്കാത്ത സാഹചര്യം തന്നെയാണ്. കാലവർഷം ദുർബലമാണ്. അതിന്റെ ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം അടക്കം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമാണ്. ശരി സനിസ.